നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രോഗബാധിതയായ ഭാര്യയെയും ബുദ്ധിവളർച്ചയെത്താത്ത മകനെയും അടച്ചുറപ്പുള്ള വീട്ടിൽ താമസിപ്പിക്കാൻ ഗൃഹനാഥൻ മുഖ്യമന്ത്രിക്ക് വരെ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയുമില്ല. ഇത്തവണത്തെ ഇലക്ഷനിൽ കോൺഗ്രസിൽ നിന്നും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ ഉണ്ടാവില്ലെന്ന ICC അംഗം EM അഗസ്തി. സ്വയം പ്രഖ്യാപിച്ചാൽ അത് അയോഗ്യതയായി കണക്കാക്കുമെന്നും ഇതിനാൽ സ്ഥാനാർത്ഥിമാരെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്നും EM അഗസ്തി. ഇടുക്കി എല്ലക്കൽ മുല്ലക്കാനം റോഡ് നിർമ്മാണം വൈകിപ്പിക്കുന്നതിനെതിരെ റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തേക്കിൻകാനത്ത് റോഡ് ഉപരോധിച്ചു. യാത്രാ ദുരിതം നേരിടുന്ന മുല്ലക്കാനം സാൻജോ കോളേജിലെ വിദ്യാർത്ഥികളും പ്രതിഷേധത്തിന്റെ ഭാഗമായി. CPM-നെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കോൺഗ്രസ് നേതൃത്വം. ഇടുക്കി ജില്ലയിൽ രക്തസാക്ഷികളുടെ പേരിൽ കോടിക്കണക്കിന് രൂപ CPM നേതാക്കൾ തട്ടിയെടുത്തതായി KPCC സെക്രട്ടറി MN ഗോപിയുടെ ആരോപണം. വിശദമായ വാർത്തകളിലേക്ക്. രോഗബാധിതയായ ഭാര്യയെയും ബുദ്ധിവളർച്ചയില്ലാത്ത മകനെയും അടച്ചുറപ്പുള്ള ചോർന്നൊലിക്കാത്ത വീട്ടിൽ താമസിപ്പിക്കുന്നതിനായി ഗൃഹനാഥൻ പഞ്ചായത്ത് ഓഫീസ് മുതൽ മുഖ്യമന്ത്രിക്ക് വരെ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയുമില്ല. ശാന്തൻപാറ പുത്തടി കല്ലിങ്കൽ മാത്യു വർഗീസാണ് ലൈഫ് പദ്ധതിയിൽ ഒരു വീട് ലഭിക്കാനായി സർക്കാർ ഓഫീസുകൾ കയറി മടുത്തത്. 60 വയസ്സുള്ള മാത്യുവിന്റെ ഭാര്യ എൽസി 22 വർഷമായി ക്യാൻസർ ബാധിതയാണ്. ഇവരോടൊപ്പമുള്ള മകൻ അജേഷ 70% ബുദ്ധിവളർച്ച കുറവുള്ളയാളുമാണ്. പ്രമേഹം, രക്തസമ്മർദ്ദം, അസ്ഥി സംബന്ധമായ രോഗങ്ങൾ എന്നിവ മൂലം ബുദ്ധിമുട്ടുന്ന മാത്യുവിന് കൂലിപ്പണിക്ക് പോകാനും കഴിയുന്നില്ല. ആകെയുള്ള 20 സെന്റ് സ്ഥലം പണയപ്പെടുത്തിയാണ് ഭാര്യയെ ചികിത്സിച്ചത്. അടച്ചുറപ്പില്ലാത്ത വീടിന്റെ മേൽക്കൂര ചോരുന്നതാണ്. പരസഹായമില്ലാതെ പ്രാഥമിക കൃത്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്ത ഭാര്യയെയും ബുദ്ധിവളർച്ചയില്ലാത്ത മകനെയും കൊണ്ട് ഒരു മഴക്കാലം കൂടി ഈ വീട്ടിൽ കഴിയുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോൾ മാത്യുവിന് ആശങ്കയാണ്. ലൈഫ് പദ്ധതിയിൽ വീടിനായി അപേക്ഷ നൽകിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് മാത്യു പറയുന്നു. മരുന്നിനൊക്കെ ഒരു ബ്ലോക്കിലേക്ക് അയച്ചേക്കുക. അവിടെ നിന്ന് വരട്ടെന്ന് കഴിഞ്ഞ ആഴ്ച ചെന്നപ്പോ ഇവിടെ അടുത്തൊക്കെ നല്ല വാനും ജീപ്പും 1.5 ഏക്കർ സ്ഥലമുള്ള ആൾക്കൊക്കെ കൊടുത്ത് നിരപണി വാർത്ത് പണി തീരാറായി വന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ കൊടുത്ത രീതിക്ക് എനിക്ക് കിട്ടാം. ആന കിട്ടിപ്പ് ആന ഓടണം, ജീപ്പ് 1.5 ഏക്കർ സ്ഥലം 3 പേര് ജോലിക്ക് തൊട്ടടുത്ത പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ പരാതി നൽകി മടുത്തപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. എന്നാൽ അവിടെയും നിരാശയായിരുന്നു ഫലം. അനർഹരായ ഒരുപാട് ആളുകൾ ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിച്ചപ്പോഴാണ് ജീവിക്കാൻ ഒരു മാർഗവുമില്ലാത്ത തന്നെയും കുടുംബത്തെയും അവഗണിക്കുന്നതെന്നാണ് മാത്യു പറയുന്നത്. സിറ്റി വിഷൻ, പൂപ്പാറ. ഇടുക്കി എല്ലക്കൽ മുല്ലക്കാനം റോഡ് നിർമ്മാണം വൈകിപ്പിക്കുന്നതിനെതിരെ റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തേക്കിൻകാനത്ത് റോഡ് ഉപരോധിച്ചു. യാത്രാ ദുരിതം നേരിടുന്ന മുല്ലക്കാനം സാൻജോ കോളേജിലെ വിദ്യാർത്ഥികളും പ്രതിഷേധത്തിന്റെ ഭാഗമായി. മലയോര ഹൈവേയുടെ ഭാഗമായി എല്ലക്കൽ മുതൽ മുല്ലക്കാനം വരെ 5 കിലോമീറ്റർ ദൂരം വരുന്ന റോഡും എല്ലക്കല്ലിൽ മുതിരപ്പുഴയാറിന് കുറുകെ പുതിയ പാലവും നിർമ്മിക്കുന്നതിനായി 39 കോടി രൂപ അനുവദിച്ച 3 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണം ആരംഭിച്ചതാണ്. 2 വർഷത്തിനുള്ളിൽ തീരേണ്ട നിർമ്മാണം 3 വർഷം പിന്നിട്ടിട്ടും തീരാത്ത സാഹചര്യത്തിലാണ് മുല്ലക്കാനം എല്ലക്കല്ല് റോഡ് സംരക്ഷണ സമിതി രൂപീകരിച്ച് പ്രത്യക്ഷ സമരപരിപാടികൾ ആസൂത്രണം ചെയ്തത്. അതിന്റെ 1ാം ഘട്ടമായാണ് തേക്കിൻകാനം ജംഗ്ഷനിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. മൂന്ന് വർഷമായി ഗവൺമെന്റ് ITI, സാൻജോ കോളേജ് എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ ഗതാഗത സംവിധാനമില്ലാത്തതിനാൽ ഏറെ ബുദ്ധിമുട്ടും അനുഭവിക്കുന്നുണ്ട്. ഗതാഗത സൗകര്യമില്ലാത്തത് ഈ സ്ഥാപനങ്ങളിലെ അഡ്മിനിസ്ട്രേഷനെയും കാര്യമായി ബാധിച്ചു. അടിയന്തരമായി റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് റോഡ് ഉപരോധം സംഘടിപ്പിച്ചത്. സമരസമിതി കൺവീനർ VK മാത്യു അധ്യക്ഷത വഹിച്ച ഉപരോധ സമരം രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിളിച്ചമായിരുന്ന ഈ സാൻജോ കോളേജിന്റെ ഒരു ഗേറ്റ് പൊളിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നൊരു വാക്ക് 3 മാസത്തിനുള്ളിൽ ആ ഒരു കവാടം
കോളേജിന്റെ ഒരു കവാടം അവിടെ പണിത് കൊടുക്കാമെന്ന് പറഞ്ഞു. മനസ്സാലെ മാനേജ്മെന്റ് അത് നമ്മുടെ റോഡിന് വേണ്ടിയാണ് ഒരു നല്ല കൈനീട്ടി അല്ലെങ്കിൽ എല്ലാ സംവിധാനത്തോടും കൂടി ചെയ്തൊരു പണിയാണ്. പക്ഷെ അത് മാത്രമല്ല, 3 വർഷക്കാലമായി ഈ റോഡ് പൊളിച്ചതിന് ശേഷം കൊച്ചു കുട്ടികളെ അംഗൻവാടിയിൽ വിടാൻ, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോകുന്നതിന്, ദൈനംദിന കാര്യങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമായി മാറിയിരിക്കുന്നു എല്ലക്കൽ മുതൽ കൊല്ലക്കാട് അല്ലെങ്കിൽ രാജാക്കാട് വരുന്നതിനുള്ള ആളുകൾ. അവരുടെ സങ്കടവും ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടാണ് ഇരുന്നത്. ടെക്നിക്കൽ പരമായി എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായെങ്കിൽ സർക്കാർ തന്നെ അത് മുന്നിട്ട് നടത്തേണ്ടതായിരുന്നു. പക്ഷെ 3 വർഷക്കാലമായി ഇനിയും നമ്മൾ നോക്കി നിന്നാൽ ഇത് വലിയ ഒരു സങ്കടത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ളത് സംശയമില്ല. രാജാക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി പാലക്കാട്ട് സ്വാഗതവും സമിതി കൺവീനർ ബാബു കൊച്ചുപുര നന്ദിയും രേഖപ്പെടുത്തി. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിബിൻ സി അഗസ്റ്റ്യൻ, അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TM രതീഷ, സമിതി രക്ഷാധികാരി ഫാദർ ജോബിൻ പേണാട്ടുകുന്നേൽ, ജോസ് വട്ടോത്ത, ജോഷി കന്യാക്കുഴി, ബാബു വെട്ടിക്കാട്ട്, അജയൻ മാടപ്പള്ളിൽ എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ രാജാക്കാട്. ഇത്തവണത്തെ ഇലക്ഷനിൽ കോൺഗ്രസിൽ നിന്നും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ ഉണ്ടാവില്ലെന്ന ICC അംഗം EM അഗസ്തി. സ്വയം പ്രഖ്യാപിച്ചാൽ അത് അയോഗ്യതയായി കണക്കാക്കുമെന്നും ഇതിനാൽ സ്ഥാനാർത്ഥിമാരെ കുറിച്ച് പ്രതികരിക്കാനില്ലെന്ന അദ്ദേഹം തൂക്കുപാലത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഞങ്ങളെ ഇടുക്കിയിലെ പ്രധാന നേതാക്കന്മാരെ തിരുവനന്തപുരത്ത് വിളിച്ചിരുന്നു. ഞങ്ങളെ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജില്ലയിൽ നിന്ന് നേതാക്കന്മാരെ വിളിച്ചിരുന്നു. അവിടെ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം, സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ ഉണ്ടാവരുതെന്നും സ്വയം അയോഗ്യതയായി പരിഗണിക്കപ്പെടും എന്നാണ്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ ചോദ്യത്തിന് മറുപടി പറയാൻ നിവൃത്തിയില്ല എന്ന കാര്യം അറിയിക്കുന്നു. CPM-നെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കോൺഗ്രസ് നേതൃത്വം. ഇടുക്കി ജില്ലയിൽ രക്തസാക്ഷികളുടെ പേരിൽ കോടിക്കണക്കിന് രൂപ CPM നേതാക്കൾ തട്ടിയെടുത്തതായി KPCC സെക്രട്ടറി MN ഗോപിയുടെ ആരോപണം. രക്തസാക്ഷികളായ അനീഷ് രാജൻ, അഭിമന്യു, ധീരജ് എന്നിവരുടെ പേരിൽ ഫണ്ട് തട്ടിയെടുത്തതായാണ് ആരോപണം. രക്തസാക്ഷികളോട് ഓരോ പാർട്ടികളും സ്വീകരിക്കുന്ന സമീപനം വൈകാരികമായിരിക്കണം. ഏതെങ്കിലും ഒരു രക്തസാക്ഷി ഉണ്ടായാൽ അത് പാർട്ടിയുടെ വളർച്ചയ്ക്കും സാമ്പത്തിക ലാഭത്തിനുമുള്ള ഉപാധിയായി കാണരുത്. അവനവന് വേണ്ടി അല്ലാതെ ചോര ചീന്തി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി എന്നാണ് ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രക്തസാക്ഷിയെ കുറിച്ച് വിശദീകരിക്കുന്നത്. നമ്മുടെ ജില്ലയിൽ ഉണ്ടായിരുന്ന അഭിമന്യു എറണാകുളം മഹാരാജാസ് കോളേജിൽ വെച്ച് ദാരുണമായി SDPIയുടെ വിദ്യാർത്ഥി സംഘടനയുടെ കത്തിക്ക് ഇരയാകുന്ന സാഹചര്യം ഉണ്ടായി. കേരളമെമ്പാടും വലിയ പണപ്പിരിവാണ്. കേരളമെമ്പാടും അഭിമന്യു എന്ന് പറയുന്ന വർഗീയതയ്ക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ പോരാട്ടത്തിന്റെ മുഖമുദ്രയാക്കി അഭിമന്യുവിനെ ചൂണ്ടിക്കാട്ടി കേരളമെമ്പാടും വ്യാപകമായ പണപ്പിരിവ് നടത്തി. നമുക്ക് വട്ടവടയിൽ, ഇടുക്കി ജില്ലയിലെ വട്ടവടയിൽ ജീവിച്ചു വളർന്ന അഭിമന്യുവിന്റെ കുടുംബത്തിന് നാമമാത്രമായ പണമാണ് കൊടുത്തത്. നാമമാത്രമായ പണം, ഒരു 10 സെന്റ് സ്ഥലവും ഒരു ചെറിയ വീടും വെച്ച് കൊടുത്ത നാമമാത്രമായ പണം മാത്രമാണ് കൊടുത്തത്. 3 കോടി രൂപയോളം പിരിച്ചു എന്ന് ദേശാഭിമാനി ഓരോ ദിവസവും അഭിമന്യുവിന്റെ കുടുംബസഹായ നിധിയിലേക്ക് വരുന്ന പണത്തിന്റെ കണക്ക് ഓരോ ദിവസവും ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ രേഖപ്പെടുത്തുമായിരുന്നു. എന്നാൽ ഈ പിരിക്കപ്പെട്ട പണം എവിടെ ചെലവഴിച്ചു എന്ന് കമ്മ്യൂണിസ്റ്റുകാർ വ്യക്തമാക്കണം. എങ്ങോട്ടാണ് ഈ പണം വകമാറ്റി ചെലവഴിച്ചത്? അല്ല, ആരാണ് ഈ പണം എടുത്തിട്ടുള്ളത്? അപ്പോൾ രക്തസാക്ഷികളെ പൊതുസമൂഹത്തിൽ വിൽപ്പനച്ചരക്കാക്കുന്ന രാഷ്ട്രീയമാണ് ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി അവലംബിക്കുന്നത്. കുമളി കൊളുത്തുപാലം മുതൽ ഹോളിഡേ ഹോം വരെയുള്ള ഭാഗത്തെ അനധികൃത വഴിയോര വ്യാപാര സ്ഥാപനങ്ങൾ നീക്കം ചെയ്യാൻ പഞ്ചായത്ത് ഭരണസമിതി നടപടി സ്വീകരിക്കണമെന്ന KVVS യൂത്ത് വിംഗ്. കുമളി ടൗണിലെ തിരക്കേറിയ ഈ ഭാഗത്തെ നടപ്പാതകൾ കയ്യേറി നിർമ്മിച്ചിരിക്കുന്ന താൽക്കാലിക കടകൾ ഒഴിപ്പിക്കണം. യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ പഞ്ചായത്ത് ലൈസൻസോ ആരോഗ്യവകുപ്പിന്റെ അനുമതികളോ ഇല്ലാതെ വ്യാപകമായ രീതിയിൽ പെട്ടിക്കടകൾ സ്ഥാപിക്കുന്നത്. നടപ്പാതകൾ കയ്യേറിയതോടെ കുമളി സർക്കാർ ആശുപത്രിയിലേക്കുൾപ്പെടെ നടന്നു പോകുന്ന ആളുകൾ തിരക്കേറിയ റോഡിലൂടെ സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ്. ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നെന്നും യൂത്ത് വിംഗ് ആരോപിക്കുന്നു. കുമളി ഗവൺമെൻറ് ആശുപത്രി പടിക്കൽ മുതൽ ഏകദേശം പഞ്ചായത്ത് ഓഫീസിലേക്ക് തിരിയുന്ന ജംഗ്ഷൻ വരെ നിരവധി അനധികൃത കടകൾ പ്രവർത്തിക്കുകയാണ്. താൽക്കാലിക തട്ടുകടകളുടെ പേരിൽ സ്ഥാപിക്കുന്ന ഈ കടകൾ സീസൺ കച്ചവടത്തിൻ്റെ പേരിലാണ് സ്ഥാപിച്ചതെങ്കിൽ അതെല്ലാം കഴിഞ്ഞതിന് ശേഷവും പൊളിച്ചു നീക്കാതെ പുതിയ പുതിയ കടകൾ സ്ഥാപിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. തീർച്ചയായിട്ടും നടപ്പാത കയ്യേറിയാണ് ഇത്തരം സ്ഥാപനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നത്. അടിയന്തരമായി പഞ്ചായത്ത് അധികൃതരും അതുപോലെ തന്നെ NHന്റെ അധികാരികളും ഇടപെട്ട് ഇത് പൊളിച്ചു നീക്കി
കുമളി ഗവൺമെൻറ് ആശുപത്രിയിലേക്കും അതുപോലെ തന്നെ ആ മേഖലയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്കൊക്കെ കടന്നു വരുന്ന ആളുകൾക്ക് സഞ്ചരിക്കാവുന്ന തരത്തിലേക്ക് ആ ഫുട്പാത്ത് സംരക്ഷിക്കണമെന്നാണ് ആവശ്യപ്പെടുവാനുള്ളത്. വാർഷികാഘോഷം നടന്നു. രാജകുമാരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷവും ജനപ്രതിനിധികളെ ആദരിക്കലും നടന്നു. സാഫല്യം 2026 എന്ന പേരിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് അംഗം ജി ശങ്കർകുമാർ ഉദ്ഘാടനം ചെയ്തു. മലയോര വിദ്യാഭ്യാസ മേഖലയുടെ കരുത്തായ രാജകുമാരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 67ാമത് വാർഷികാഘോഷവും ജനപ്രതിനിധികളെ ആദരിക്കലും നറുക്കെടുപ്പും വിവിധ കലാപരിപാടികളും നടന്നു. സാഫല്യം 2026 എന്ന പേരിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് അംഗം ജി ശങ്കർകുമാർ ഉദ്ഘാടനം ചെയ്തു. 1958 പ്രവർത്തനം ആരംഭിച്ച് ഈ നിലയിൽ നമ്മുടെ സ്കൂൾ നല്ല നിലയിൽ മുമ്പോട്ട് പോകുന്നു. പഠനേതര വിഷയങ്ങളിലും വളരെയേറെ മുൻപന്തിയിലാണ് ഈ സ്കൂൾ എന്ന റിപ്പോർട്ട് അവതരണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഭാവിയിലും നമ്മുടെ സ്കൂൾ ഈ നിലയിലും ഇനിയും നല്ല രീതിയിൽ മുമ്പോട്ട് പ്രവർത്തനങ്ങളായി കടക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആദ്യമായി ആശംസകൾ നേരുന്നു. യോഗത്തിൽ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളെയും ബ്ലോക്ക് ജില്ലാ ഡിവിഷൻ അംഗങ്ങളെയും ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡെയ്സി ജോയി മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ വികസനത്തിനായി ഫണ്ട് സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കിയ സമ്മാന കൂപ്പൺ പദ്ധതിയുടെ ബമ്പർ നറുക്കെടുപ്പ് നടന്നു. 1ാം സമ്മാനമായ ഇലക്ട്രിക് സ്കൂട്ടർ ഉപ്പുതറ സ്വദേശി കൊച്ചുപുരയ്ക്കൽ മാത്യു ജോർജിനും 2ാം സമ്മാനമായ ഫ്രിഡ്ജ് രാജകുമാരി സ്വദേശി പരുത്തുപ്പള്ളി വിൻസെന്റ് ജോസഫിനും 3ാം സമ്മാനമായ 1 ഗ്രാം സ്വർണം നേരിമംഗലം സ്വദേശിനി അരിക്കാപ്പള്ളി MD സംഗീതയ്ക്കും ലഭിച്ചു. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷിജ ജോർജ, പി രാജാറാം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പ്രിൻസിപ്പാൾ AC ഷിബി, VHSC വിഭാഗം പ്രിൻസിപ്പാൾ റെജിമോൾ തോമസ്, അധ്യാപകർ, രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. സിറ്റി വിഷൻ രാജകുമാരി. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ 5ാമത് ഇടുക്കി ജില്ലാ സമ്മേളനം 6, 7, 8 തീയതികളിൽ രാജാക്കാട്ടിൽ വെച്ച് നടത്തപ്പെടുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 6 രാവിലെ 9:30 കുമളിയിൽ നിന്നും ജലീൽ കുമളി, ബിജു ഉടുമ്പൻചോല എന്നിവർ നയിക്കുന്ന പതാക ജാഥ ആരംഭിക്കും. 7 ഉച്ചയ്ക്ക് 1 ഇരുമ്പുപാലത്ത് നിന്ന് ഷാജി അടിമാലി, ജോയിസ് ഇരുമ്പുപാലം, ജോൺ മാലിക്കുടി എന്നിവരുടെ നേതൃത്വത്തിൽ കൊടിമര ജാഥ ആരംഭിക്കും. വൈകിട്ട് 5 രാജാക്കാട് SNDP ഗ്രൗണ്ടിൽ ജില്ലാ സെക്രട്ടറി എൽദോസ് ചൈത്ര പതാക ഉയർത്തും. തുടർന്ന് പ്രതിനിധി സമ്മേളനം NSS ഓഡിറ്റോറിയത്തിൽ നടത്തും. KSHGOA കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ പന്തൽ, ഡെക്കറേഷൻ, ലൈറ്റ് ആൻഡ് സൗണ്ട് രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സംഘടന. അതിൻ്റെ 5ാമത് ഇടുക്കി ജില്ലാ സമ്മേളനം ഫെബ്രുവരി മാസം 6, 7, 8 തീയതികളിൽ രാജാക്കാട് വെച്ച് നടക്കുകയാണ്. 6ാം തീയതി തേക്കടിയിൽ നിന്നും ആരംഭിക്കുന്ന പതാക ജാഥയും 7ാം തീയതി ഇരുമ്പുപാലത്ത് നിന്ന് ആരംഭിക്കുന്ന കൊടിമര ജാഥയും സമ്മേളന നഗരിയിൽ 7ാം തീയതി വൈകിട്ട് എത്തിച്ചേരുകയും വൈകുന്നേരം 4:30 പതാക ഉയർത്തി സമ്മേളന പരിപാടി ആരംഭിക്കുകയാണ്. 8 രാവിലെ 10 രജിസ്ട്രേഷൻ, 10:30 ജില്ലാ പ്രസിഡന്റ് ജോർജ് വർക്കിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന കുടുംബസംഗമം സംസ്ഥാന ട്രഷറർ ഷംസുദ്ദീൻ മലപ്പുറം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ ഓഫീസ് സെക്രട്ടറി ഫൈസൽ വെള്ളത്തൂവൽ, സംസ്ഥാന സെക്രട്ടറി VR ജയൻ, സംസ്ഥാന ഭാരവാഹികളായ കോയാമു, NM ജോർജ്, ജയചന്ദ്രൻ കോട്ടയം, ഷൈൻ രാജാക്കാട് തുടങ്ങിയവർ പ്രസംഗിക്കും. 2 മജീഷ്യൻ MB ജോൺ അവതരിപ്പിക്കുന്ന മാജിക് ഷോ നടക്കും. 3:30 രാജാക്കാട് ടൗണിൽ പ്രകടനം നടത്തും. വൈകിട്ട് 5 നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ജോർജ് വർക്കി പാറത്തോട് അധ്യക്ഷത വഹിക്കും. ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്യും. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ജമാൽ ഇടശ്ശേരിക്കുടി സ്വാഗതവും മേഖലാ പ്രസിഡന്റ് NR സുഭാഷ് നന്ദിയും അർപ്പിക്കും. MM മണി MLA, അഹമ്മദ് കോയ കോഴിക്കോട്, TV ബാലൻ, കിങ്ങിണി രാജേന്ദ്രൻ, V വിനോദ് കുമാർ,
VS ബിജു, ജോഷി കന്യാകുഴി എന്നിവർ പ്രസംഗിക്കും. രാത്രി 7:30 ആലപ്പുഴ ബ്ലൂ ഡയമണ്ട്സിന്റെ ഗാനമേളയും നടക്കുമെന്ന് ഭാരവാഹികളായ ജോർജ് വർക്കി, ജമാൽ ഇടശ്ശേരിക്കൊടി, ഫൈസൽ വെള്ളത്തൂവൽ, ബിജു ഇടുക്കാർ, സിനോജ് ചെറുതാനി, സിജു റോയൽ, KA ഗോപിനാഥ് എന്നിവർ അറിയിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ അടിമാലി മേഖലാ സമ്മേളനം നടന്നു. സമ്മേളനാനന്തരം പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. ഓൺലൈൻ വ്യാപാരം, വഴിയോര കച്ചവടം, ടാക്സ് സംബന്ധമായ ഏറ്റക്കുറച്ചിലുകൾ തുടങ്ങി വസ്ത്രവ്യാപാര മേഖല വിവിധ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുകയാണെന്ന് ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അടിമാലി മരങ്ങാട്ട റെസിഡൻസിലായിരുന്നു കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ അടിമാലി മേഖലാ സമ്മേളനം നടന്നത്. അഡ്വക്കേറ്റ് A. രാജ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമ്മേളനാനന്തരം പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. സംഘടനാ മേഖലാ പ്രസിഡന്റായി സനൂപ് ലിലി, ജനറൽ സെക്രട്ടറിയായി പോൾ ദേവസ്യ, ട്രഷററായി റഹീം ഇക്കരക്കുടി, വൈസ് പ്രസിഡന്റായി രഞ്ജിത്ത് അന്തിയാട്ട്, ജോയിന്റ് സെക്രട്ടറിയായി ഷിലികുമാർ എന്നിവരെ തെരഞ്ഞെടുത്തു. ഈ കഴിഞ്ഞ മേഖലാ സമ്മേളനത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ മേഖലാ പ്രസിഡൻ്റായി ശ്രീ സനൂപ് ലിലിയും, സെക്രട്ടറിയായി പോൾ ദേവസിയും, ട്രഷററായി ശ്രീ റഹീം ഇക്കരക്കുടിയും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നടന്ന വനിതാ വിങ് തിരഞ്ഞെടുപ്പിൽ നിഷ ഡാസിൽ പ്രസിഡൻ്റാകുകയും സെക്രട്ടറിയായി ബിന്ദു നാഗലോടിയെ, അതുപോലെ ട്രഷററായി ലയാമോളെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഓൺലൈൻ വ്യാപാരം, വഴിയോര കച്ചവടം, ടാക്സ് സംബന്ധമായ ഏറ്റക്കുറച്ചിലുകൾ തുടങ്ങി വസ്ത്രവ്യാപാര മേഖല വിവിധ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുകയാണെന്ന് ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വൻ മാഫിയകൾ വന്ന് ഒന്നാമത്തെ കാര്യം കച്ചവടം വളരെ കുറവാണ്. നമ്മൾ ഈ ടാക്സ്, ഇൻഷുറൻസ്, അതേപോലെ സ്റ്റാഫുകൾ, ഓരോ കടയിലും ഇത്ര സ്റ്റാഫുകൾ, അതേപോലെ കറണ്ട്, മറ്റേ ലേബർ രജിസ്ട്രേഷൻ, ഇതെല്ലാം എടുത്ത് പഞ്ചായത്ത് ടാക്സും അടച്ച് ലൈസൻസും എടുത്ത് നമ്മൾ ഈ കച്ചവടം ചെയ്യുമ്പം ഈ നമ്മുടെ വാതൊക്കെ തന്നെ അടിമാലി ടൗണിൻ്റെ ട്രാഫിക്കിൽ എത്രയും ഭയങ്കരമായിട്ട് ട്രാഫിക് വരുന്നത് ഇവിടുത്തെ കച്ചവടം വഴിവാണിപ്പം തന്നെയാണ്. അപ്പോൾ അതൊരു സൈഡിലേക്ക് ഈ പറഞ്ഞ പോലെ 2 കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറ്റണം എന്നുള്ളത് ഒരു നിവേദനമായിട്ട് ഞങ്ങൾ പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ട്രാഫിക് SIയുടെ അടുത്തും അതേപോലെ CIയുടെ അടുത്തൊക്കെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. സംഘടനയുടെ വനിതാ വിങ് മേഖലാ പ്രസിഡന്റായി നിഷ ഡാസിൽ, സെക്രട്ടറി ബിന്ദു നാഗലോടി, ട്രഷററായി ലയാമോൾ MDയെയും തെരഞ്ഞെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. സംസ്ഥാന ബജറ്റിൽ ഇടുക്കി ജില്ലയെ പൂർണ്ണമായി അവഗണിച്ചുവെന്ന കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ്. കാർഷിക മേഖലയ്ക്ക് ഗുണകരമാകുന്ന പദ്ധതികൾ ഒന്നുമില്ല. കാലാവധി അവസാനിക്കാറായ സർക്കാരിന്റെ തുരങ്കപാത പ്രഖ്യാപനം തമാശയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബഡ്ജറ്റ് യാതൊരു ഗുണവും ചെയ്യുന്നില്ല. ഒരു രാഷ്ട്രീയ പ്രസംഗമായിട്ട് മാത്രമേ ഈ ബഡ്ജറ്റിനെ കണക്കാക്കാൻ പറ്റൂ. കട്ടപ്പനയിൽ നിന്ന് തേനിക്ക് തുരങ്കപാത ഉണ്ടാക്കുന്നതിന് വേണ്ടി 10 കോടി രൂപ പഠനത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു തമാശയായിട്ട് നമുക്കതിനെ കാണാൻ പറ്റുള്ളൂ. 1 മാസം മാത്രം കാലാവധിയുള്ള ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിൽ നിൽക്കാത്ത ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കൃഷിയിടങ്ങളും വനപ്രദേശവുമായിട്ട് വേർതിരിക്കുന്നതിന് ഫെൻസിങ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു പദ്ധതിയും പറഞ്ഞിട്ടില്ല. കിടങ്ങുകൾ ഉണ്ടാക്കുന്നതിനുള്ള ഒരു പദ്ധതിയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഈ നാടിൻ്റെ സമഗ്ര വികസനത്തിന് സാധ്യമാകുന്ന പദ്ധതികളൊന്നും ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടില്ല. ഇനി ചെറിയൊരിടവേള. രാജക്കാടിന്റെ ഹൃദയഭാഗത്ത് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബേബീസ് മാൾ 20,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണം, 2 നിലകളുള്ള ആധുനിക കെട്ടിടം, സൗകര്യപ്രദമായ എസ്കലേറ്റർ സൗകര്യം, ഏകദേശം 100 വാഹനങ്ങൾക്ക് മതിയായ പാർക്കിംഗ് സൗകര്യം, വ്യാപാരത്തിനും ഷോപ്പുകൾക്കും ഏറ്റവും അനുയോജ്യമായ റെന്റലിന് റെഡിയായ റൂമുകൾ ഇപ്പോൾ ലഭ്യമാണ്. ടൗണിന്റെ മധ്യഭാഗത്തുള്ള മികച്ച ലൊക്കേഷൻ, ഉയർന്ന ഉപഭോക്തൃ സാന്നിധ്യം, നിങ്ങളുടെ ബിസിനസ്സിന് മികച്ച അവസരം. ഷോപ്പ് തുറക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ബേബീസ് മാൾ, രാജക്കാട്. ഇന്ന് തന്നെ ബന്ധപ്പെടുക 9061415447.
ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. 50 വർഷക്കാലം കോൺഗ്രസിൽ പ്രവർത്തിക്കാനായത് ഭാഗ്യമായി കരുതുന്നുവെന്ന് AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി. രാജ്യത്തെമ്പാടും സഞ്ചരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞെന്നും EM അഗസ്തി പൊതുപ്രവർത്തന രംഗത്തേക്ക് വീണ്ടും സജീവമാകുന്നുവെന്ന ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ സിറ്റി വിഷനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒപ്പം ഇടുക്കി സീറ്റ് കോൺഗ്രസിന് ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് തീരുമാനം സംസ്ഥാന നേതൃത്വമാണ് കൈക്കൊള്ളേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇടുക്കി ജില്ലയിലെ തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവും AICC മെമ്പറുമായിരിക്കും ശ്രീ അഡ്വക്കേറ്റ് EM അഗസ്തി സാറാണ്. വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം സാർ. ഈ അങ്ങ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്ന വീണ്ടും ഒരു പോസ്റ്റ് കണ്ടു, അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാം. അങ്ങനെ 50 വർഷം രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായും അത് അഭിമാനകരമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോണക്കുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ 50 വർഷക്കാലം പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ അഭിമാനകരമായ കാര്യമാണ്. എനിക്ക് ധാരാളം സഹപ്രവർത്തകന്മാരും സുഹൃത്തുക്കളും ഉണ്ടായി. രാജ്യത്തെമ്പാടും സഞ്ചരിക്കാനും വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി ഇടപഴകാനുമുള്ള സാഹചര്യം ഉണ്ടായി. വളരെ സമൂഹമായ നേതാക്കന്മാർ, ഡോക്ടർ K കരുണാകരനെ പോലെയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ആദരണീയനായ ശ്രീ A K ഉൾപ്പെടെയുള്ള നേതാക്കന്മാരോട് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് വലിയ ഒരു അനുഭവമായി ഞാൻ കരുതുകയാണ്. സാർ, നിയമസഭാ ഇലക്ഷനിലേക്ക് കടക്കുകയാണ്. സ്ഥാനാർത്ഥി ചർച്ചകൾ കഴിഞ്ഞ ദിവസം സജീവമായിരിക്കുകയാണ്. അവിടെ ഇടുക്കി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് കേൾക്കും. ഇതിനെ സംബന്ധിച്ചൊന്ന് കോൺഗ്രസിന്റെ സാധ്യതകളെ കുറിച്ച് ഒന്ന് പറയും. ഇടുക്കിയിലെ 5 അസംബ്ലി നിയോജകമണ്ഡലങ്ങളിലും UDFിന് ജയിക്കാൻ കഴിയുന്ന അന്തരീക്ഷമാണുള്ളത്. ശക്തമായ ഗവൺമെന്റ് വിരുദ്ധ വികാരം നിലനിൽക്കുകയാണ്. പിണറായി വിജയൻ ഗവൺമെന്റ് മാറിയേ മതിയാവുമെന്ന് കേരളത്തിലെ ജനങ്ങൾ പൊതുവെ ചിന്തിക്കുന്നത് പോലെ തന്നെ ഇടുക്കിയിലും അതൊരു വികാരമായി പ്രതിഫലിക്കുകയാണ്. പ്രത്യേകിച്ച് ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഗവൺമെന്റ് ഭാഗത്ത് വളരെ കുറ്റകരമായ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് എല്ലാവരും തിരിച്ചറിയുന്നു. അതുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് വേണം, ജനങ്ങളൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് വേണം എന്ന തിരിച്ചറിവുള്ളത് കൊണ്ട് ഇടുക്കിയിലെ 5 അസംബ്ലി നിയോജകമണ്ഡലങ്ങളിലും കോൺഗ്രസിന് വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. 3 നിയോജകമണ്ഡലത്തിലാണ് കോൺഗ്രസ് മത്സരിച്ചത്. 2 നിയോജകമണ്ഡലങ്ങൾ കേരള കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത്. 2 നിയോജകമണ്ഡലത്തിൽ 2 വിഭാഗമായി കേരള കോൺഗ്രസ് മത്സരിച്ച അവസരത്തിലാണ് ആ സീറ്റുകൾ അവർക്ക് ലഭിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒപ്പം ഉണ്ടായിരുന്ന കേരള കോൺഗ്രസും ഇടതുമുന്നണിയോട് ചേർന്നപ്പം ആ സീറ്റും കേരള കോൺഗ്രസിന് ലഭ്യമായി. മറിച്ച് ഐക്യജനാധിപത്യ മുന്നണി കേരള കോൺഗ്രസ് വിട്ടുമാറിയ സാഹചര്യത്തിൽ ഒരു പുനർചിന്തനം വേണമെന്നൊരു അഭിപ്രായം പാർട്ടിയിലെ ചില കേന്ദ്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പരസ്യമായ വിവാദത്തിനും ചർച്ചയ്ക്കുമൊന്നും കോൺഗ്രസ് പാർട്ടി തയ്യാറാവുന്നില്ല. അതൊക്കെ സീറ്റ് വിഭജനമൊക്കെ തീരുമാനിക്കുന്നതും സീറ്റിന്റെ എണ്ണം നിശ്ചയിക്കുന്നതും ഒക്കെ സംസ്ഥാന UDF കമ്മിറ്റിയാണ്. അവരുടെ പരിഗണനയിൽ ഈ കാര്യം വരുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും തീർത്തു പറയാനാവില്ല. പ്രിയപ്പെട്ട സാറാണ് നമ്മളോട്. സാറിന്റെ നാളുകളിലെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ക്യാമറമാൻ ബിനു വള്ളക്കടവിനൊപ്പം ഷിനു ഫിലിപ്പ്, കട്ടപ്പന. UDF ഉടുമ്പൻചോല നേതൃ കൺവെൻഷൻ നെടുങ്കണ്ടത്ത് നടന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ കേരള യാത്ര 23-ാം തീയതി നെടുങ്കണ്ടത്ത് എത്തിച്ചേരും. ഇതിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് നേതൃയോഗം നടന്നത്. നെടുങ്കണ്ടം അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. ക്രമവൽക്കരണത്തിലൂടെ ആളുകളുടെ കയ്യിൽ നിന്നും അവരെ പിഴ ഈടാക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. 1960 നിയമവും 1964 ചട്ടവും അനുസരിച്ച്
കൊടുത്തിട്ടുള്ള പട്ടയഭൂമിയിൽ കഴിഞ്ഞ 60 വർഷക്കാലം ആളുകൾ നിർമ്മാണം നടത്തിയിട്ടുള്ളത് ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടിയാണ്. കേരളത്തിലെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ച് അത് കെട്ടിടത്തിന്റെ നിർമ്മിക്കുന്നതിന് വേണ്ടി അനുമതിക്ക് വേണ്ടി അവർ അപേക്ഷ കൊടുത്ത് ഗവൺമെന്റ് അനുമതിയോടുകൂടി നടത്തിയിട്ടുള്ള നിർമ്മാണങ്ങളാണ്. യോഗത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് MJ കുര്യൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറിമാരായ S അശോകൻ, അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് MN ഗോപി, KPCC വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു, R ബാലൻപിള്ള, KS അരുൺ, G മുരളീധരൻ, ബെന്നി തുണ്ടത്തിൽ, CS യശോധരൻ, MP ജോസ, രാജു എടത്വ, കിങ്ങിണി രാജേന്ദ്രൻ, KR രാമചന്ദ്രൻ, രാജേഷ് അമ്പഴത്തിങ്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. തോപ്രാംകുടി ഫാർമേഴ്സ് സൊസൈറ്റിയുടെയും ICL വളം കീടനാശിനി കമ്പനിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് കർഷകർക്കായി കാർഷിക സെമിനാർ സംഘടിപ്പിച്ചത്. രാജകുമാരി YMCA ടൂറിസം സെന്ററിൽ നടന്ന കാർഷിക സെമിനാർ ഗ്രാമപഞ്ചായത്ത് അംഗം VV ജോഷി ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഏലം കർഷകർക്കായിട്ടാണ് കാർഷിക സെമിനാർ സംഘടിപ്പിച്ചത്. കാലാവസ്ഥാ വ്യതിയാനവും നൂതന കൃഷിരീതികളും വളം കീടനാശിനികളുടെ പ്രയോഗവും തുടങ്ങിയ വിഷയങ്ങളിൽ കർഷകർക്ക് കൂടുതൽ അറിവ് പകർന്നു നൽകുക, കാലാവസ്ഥയ്ക്കനുസരിച്ച ചിലവ് കുറഞ്ഞ നൂതന കൃഷിരീതിയിലൂടെ ഉൽപാദനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് കാർഷിക സെമിനാർ സംഘടിപ്പിച്ചത്. രാജകുമാരി YMCA ടൂറിസ്റ്റ് സെന്ററിൽ നടന്ന കാർഷിക സെമിനാർ ഗ്രാമപഞ്ചായത്ത് അംഗം VV ഷാജി ഉദ്ഘാടനം ചെയ്തു. കാർഷിക സെമിനാർ എന്ന് പറയുമ്പോൾ ഈ കൃഷിക്കാർക്ക് എപ്പോഴും ഈ ക്ലാസ് എടുക്കാൻ വരുന്നവരേക്കാർക്കും ചില കാര്യങ്ങളിൽ അറിവ് കൂടുതലായിരിക്കും. പല സ്ഥലത്തും കാർഷിക സെമിനാർ നടക്കുമ്പോൾ അവിടെ തർക്കങ്ങളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ സെമിനാർ നടക്കുമ്പോൾ ചില അറിവുകൾ ഇവരുടെ കൂടുതലുണ്ടാവും, ചില അറിവുകൾ നമ്മുടെ കയ്യിലും കൂടുതലുണ്ടാവും. അപ്പോൾ അതുമായിട്ട് ഇവർ പറയുന്നത് എല്ലാം ഉൾക്കൊള്ളണമെന്ന് ഞാൻ പറയില്ല. ഇവർ പറയുന്നതിൽ കുറച്ച് നല്ല കാര്യങ്ങൾ കാണും, അല്ലെങ്കിൽ പരമ്പരാഗതമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ കുറച്ച് മാറ്റി ചെയ്യാവുന്ന കുറേ രീതികളുണ്ട്. കൂടുതൽ ഫലപ്രദമായി കൃഷിയുടെ വിളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി മാറ്റി ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. നല്ലത് മാത്രം നമ്മൾ ഉൾക്കൊള്ളുക. അവർ പറയുന്നത് മൊത്തം നല്ലതാണെന്നോ മൊത്തം മോശമാണെന്നോ നമ്മൾ വിലയിരുത്താതിരിക്കുക. തോപ്രാംകുടി ഫാർമേഴ്സ് സൊസൈറ്റി ചെയർമാൻ PJ സജയുടെ നേതൃത്വത്തിൽ നടന്ന സെമിനാറിൽ YMCA പ്രസിഡന്റ് OA ജോൺ, PU സ്കറിയ, ജോയി കുരിശിങ്കൽ, S കൃഷ്ണൻ, വിനയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ICL കമ്പനി കൃഷിശാസ്ത്രജ്ഞൻ A മണിവർണ്ണൻ സെമിനാർ നയിച്ചു. വളം കീടനാശിനികളുടെ പ്രദർശന എക്സിബിഷൻ സ്റ്റാളുകളും ഒരുക്കിയിരുന്നു. സിറ്റി വിഷൻ രാജകുമാരി. വാർഷികാഘോഷവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു. രാജാക്കാട് JCI 2026-27 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വാർഷികാഘോഷവും അവാർഡ് വിതരണവും നടന്നു. രാജാക്കാട് വൈസ്മെൻ സ്ക്വയർ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷം സോൺ ഡയറക്ടർ എബിൻ ബോസ് ഉദ്ഘാടനം ചെയ്തു. രാജാക്കാട്ടിൽ പ്രവർത്തനം ആരംഭിച്ച കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ നിരവധി ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തി പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് രാജാക്കാട് JCI. നടപ്പിലാക്കിയ സേവന പദ്ധതികൾ വിലയിരുത്തുന്നതിനും വരും നാളുകളിലേക്കുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനുമാണ് വാർഷികാഘോഷവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നത്. രാജാക്കാട് വൈസ്മെൻ സ്ക്വയർ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷം പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സോൺ ഡയറക്ടർ എബിൻ ബോസ് ഉദ്ഘാടനം ചെയ്തു. തുടക്കം ദേശീയ രാജകാരണ അതിൻ്റെ തുടക്കം മുതൽ ഒരു പ്രാരംഭ ചർച്ചകൾ മുതൽ അതിൻ്റെ കൂടെ ഭാഗവത്താക്കാൻ പറ്റിയ ഒരാൾ എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ വിളിക്കുന്നത്. കാരണം കുര്യാക്കോസിനെ ആദ്യത്തെ പ്രസിഡന്റാകുന്ന ആ തിരഞ്ഞെടുപ്പിലും രണ്ടാമത് ജിജോ പ്രസിഡന്റാകുന്നതിലും ഈ വർഷം ബോബി ഷാൻ തിരഞ്ഞെടുപ്പിലെല്ലാം ക്ലബ് പ്രസിഡന്റ് ജിജോമോൻ ജോർജിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ അടുത്ത വർഷക്കാലത്തേക്കുള്ള ഭാരവാഹികളുടെയും പുതിയ അംഗങ്ങളുടെയും സ്ഥാനാരോഹണവും നടന്നു. പ്രസിഡന്റ് VP ബോബീഷ്, സെക്രട്ടറി ബിബിൻ വർഗീസ്, ട്രഷറർ P വിപിൻ, ലേഡീസ് ചെയർപേഴ്സൺ ലിയ കുര്യാക്കോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതി ചുമതലയേറ്റു. കഴിഞ്ഞ ഒരു വർഷക്കാലം മികച്ച പ്രകടനം നടത്തിയ അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. സോൺ വൈസ് പ്രസിഡന്റ് ജോജോ കുമ്പളത്താനം, സോൺ സെക്രട്ടറി ബ്രീസ് ജോയി, ചാർട്ടർ പ്രസിഡന്റ് കുര്യാക്കോസ് മാത്യു, അലേഷ്ന തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ രാജാക്കാട്. പന്നിയാർവീട്ടി സെന്റ് മേരീസ് ദേവാലയത്തിലെ തിരുനാൾ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഇടവക വികാരി ഫാദർ ലൂക്ക തച്ചാപ്പറമ്പത്ത് ഈ മാസം 6, 7, 8, 9 തീയതികളിലായിട്ടാണ് തിരുനാളാഘോഷം നടക്കുന്നത്. പന്നിയാർകുട്ടി സെന്റ് മേരീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ കന്യാമറിയത്തിന്റെയും ധീര രക്തസാക്ഷികളായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ ഗീവർഗീസ് സഹദായുടെയും
വിശുദ്ധ തോമാസ് ലീഹായുടെയും തിരുനാൾ ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഇടവക വികാരി ഫാദർ ലൂക്ക തച്ചാപ്പറമ്പത്ത് അറിയിച്ചു. പന്നിയാറുകുട്ടി സെന്റ് മേരീസ് ദേവാലയത്തിൽ ഫെബ്രുവരി മാസം 6, 7, 8, 9 തീയതികളിലായിട്ട് തിരുനാളാഘോഷം നടക്കുകയാണ്. വെള്ളിയാഴ്ച 6-ാം തീയതി വൈകുന്നേരം 3:15 തിരുനാളിൻ്റെ കൊടി ഉയർത്തും. തുടർന്ന് വാഹന വെഞ്ചരിപ്പും അതിനെ തുടർന്ന് ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയും നടക്കും. അന്ന് വൈകുന്നേരം തന്നെയാണ് നമ്മുടെ ഗ്രോട്ടോയിലേക്കുള്ള ആഘോഷമായ പ്രദക്ഷിണം നടക്കുന്നത്. ഫെബ്രുവരി 6-ാം തീയതി കൊടിയേറുന്ന തിരുനാൾ ആഘോഷം 9-ാം തീയതി സമാപിക്കും. തിരുനാളിനോടനുബന്ധിച്ച് ആഘോഷമായ തിരുനാൾ കുർബാന, അമ്പ് പ്രദക്ഷിണം, വാഹന വെഞ്ചരിപ്പ്, തിരുസ്വരൂപ പ്രതിഷ്ഠ, ലതീഞ്ഞ, തിരുനാൾ സന്ദേശം, അമ്പെഴുന്നള്ളിക്കൽ തുടങ്ങിയ തിരുക്കർമ്മങ്ങൾ നടക്കും. ഇടവക വികാരി ഫാദർ ലൂക്ക തച്ചാപ്പറമ്പിൽ, കൈക്കാരന്മാരായ ജോസ് കുന്നുംപുറത്ത്, തങ്കച്ചൻ അമ്പഴത്തിനാൽ, ബേബി അടിച്ചാമാലിക്കൽ, ബിജു തകിടിയൽ തുടങ്ങിയവർ നേതൃത്വം നൽകും. സിറ്റി വിഷൻ, രാജാക്കാട്. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,255 രൂപ, പവന് 1,13,240 രൂപ, വെള്ളി ഗ്രാമിന് 300 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രോഗബാധിതയായ ഭാര്യയെയും ബുദ്ധിവളർച്ചയെത്താത്ത മകനെയും അടച്ചുറപ്പുള്ള വീട്ടിൽ താമസിപ്പിക്കാൻ ഗൃഹനാഥൻ മുഖ്യമന്ത്രിക്ക് വരെ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയുമില്ല. ഇത്തവണത്തെ ഇലക്ഷനിൽ കോൺഗ്രസിൽ നിന്നും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ ഉണ്ടാവില്ലെന്ന ICC അംഗം EM അഗസ്തി. സ്വയം പ്രഖ്യാപിച്ചാൽ അത് അയോഗ്യതയായി കണക്കാക്കുമെന്നും ഇതിനാൽ സ്ഥാനാർത്ഥിമാരെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്നും EM അഗസ്തി. ഇടുക്കി ഇല്ലക്കൽ മുല്ലക്കാനം റോഡ് നിർമ്മാണം വൈകിപ്പിക്കുന്നതിനെതിരെ റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തേക്കിൻകാനത്ത് റോഡ് ഉപരോധിച്ചു. യാത്രാ ദുരിതം നേരിടുന്ന മുല്ലക്കാനം സാൻജോ കോളേജിലെ വിദ്യാർത്ഥികളും പ്രതിഷേധത്തിന്റെ ഭാഗമായി. CPM-നെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കോൺഗ്രസ് നേതൃത്വം. ഇടുക്കി ജില്ലയിൽ രക്തസാക്ഷികളുടെ പേരിൽ കോടിക്കണക്കിന് രൂപ CPM നേതാക്കൾ തട്ടിയെടുത്തതായി KPCC സെക്രട്ടറി MN ഗോപിയുടെ ആരോപണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.